അങ്ങനെ സംസ്ഥാന കായികമേളയിൽ തിരുവനന്തപുരം ആ ട്രോഫി ഓവറോൾ ചാമ്പ്യൻഷിപ്പിന്റെ ട്രോഫി തൂക്കുമ്പോൾ ഇവിടെ അത്ലറ്റിക്സ് വിഭാഗത്തിൽ മലപ്പുറം കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. വെറുതെ അല്ല, ഈ ഐഡിയൽ കടകശ്ശേരി കൂടെ ആ വിജയത്തിന്റെ ഒരു വലിയ ഭാഗം വഹിക്കുന്നുണ്ട്. കാരണം തുടർച്ചയായ 4ാം തവണയാണ് ഐഡിയൽ കടകശ്ശേരി അതിന്റെ ആ ഒരു സ്കൂളുകളുടെ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തുന്നത്. അതിന്റെ ഒരു ആഘോഷത്തിലൊക്കെയാണ് ഇത് 4ാം തവണ വീണ്ടും നിലനിർത്തിയിരിക്കുകയാണ് ചാമ്പ്യൻഷിപ്പ്, അല്ലേ? അതെ, ഐഡിയൽ കടകശ്ശേരി 4ാമത്തെ തവണയാണ് കിരീടം ചൂടുന്നത്. മലപ്പുറം ജില്ല 2ാമതും. സൂചിപ്പിച്ചതുപോലെ തന്നെ ഐഡിയൽ ക്യാമ്പസിൽ പ്രൈമറി തലം മുതൽ കുട്ടികൾക്ക് ശാസ്ത്രീയമായ പരിശീലനങ്ങൾ നൽകി മലപ്പുറത്തെയും പരിസര പ്രദേശത്തെയും കുട്ടികളെ കായിക ശേഷിയുള്ള ആളുകളെ മത്സരങ്ങൾ നടത്തി തെരഞ്ഞെടുത്ത് ഐഡിയൽ ക്യാമ്പസിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ഐഡിയലിന്റെ ഒരു കായിക സംസ്കാര രീതി. അതാണ് ഞങ്ങൾ പുറത്തുനിന്നുള്ള കുട്ടികളോ അന്യ സംസ്ഥാനത്തു നിന്നുള്ള കുട്ടികളെയൊന്നും ഞങ്ങൾ സാധാരണഗതിയിൽ ഞങ്ങളെ ക്യാമ്പസിൽ ഇപ്പോൾ പഠിക്കുന്നില്ല. ഐഡിയലിന് ചുറ്റുഭാഗത്തുള്ള മലപ്പുറം ജില്ലയിലെയും പരിസര പ്രദേശത്തെയും കുട്ടികളാണ് ഐഡിയലിന്റെ കായിക കരുത്തെന്ന് പറയുന്നത്. ഈ ആദ്യഘട്ടങ്ങളിലൊക്കെ പാലക്കാട് ഒരു ലീഡ് ഉണ്ടായിരുന്നു, ആ സമയത്ത് ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടീമും നല്ലൊരു ജില്ലയുമാണ്. പാലക്കാടിൽ ധാരാളം കരുത്തുറ്റ സ്കൂളുകളുണ്ട്. എന്നിരുന്നാൽ പോലും ചരിത്രത്തിൽ ആദ്യമായി 2ാമത്തെ തവണയാണ് മലപ്പുറം ജില്ല അതിന്റെ കായിക ശേഷി തിരിച്ചുപിടിക്കുന്നത്. മലപ്പുറം ജില്ലയെ എഴുതി തള്ളാൻ പറ്റില്ല എന്നുള്ള വലിയൊരു സൂചനയാണ് ഇതിലൂടെ മലപ്പുറത്തെ കായിക താരങ്ങൾ മലപ്പുറം ജില്ലയ്ക്ക് സമ്മാനിക്കുന്നത്. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞ കാര്യം ഐഡിയൽ കടകശ്ശേരിയിലെ കുട്ടികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു ആ കുട്ടികളായിരിക്കും ചാമ്പ്യൻസ് ആകുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഐഡിയൽ എന്നുള്ളത് മലപ്പുറം ജില്ലക്കെന്നല്ല കേരളത്തിന് തന്നെ ഒരു പക്ഷേ ഇന്ത്യക്ക് തന്നെ വലിയൊരു ശുഭസൂചനയാണ് നൽകുന്നത്. കാരണം ഈ ഒരു കായിക ഒളിമ്പിക്സ്, സ്കൂൾ ഒളിമ്പിക്സ് സമാപിക്കുമ്പോൾ നാളത്തെ വാഗ്ദാനങ്ങളായ ധാരാളം താരങ്ങളെ, കായിക പ്രതിഭകളെ സംഭാവന ചെയ്യാൻ തീർച്ചയായിട്ടും ഈ ഒരു ഒളിമ്പിക്സ് കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം. പക്ഷെ സർക്കാരും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റും അതിലേക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് കരുത്തുറ്റ താരങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങളും അവർക്ക് വേണ്ടിയുള്ള പിന്തുണ കൂടി നൽകാൻ സർക്കാർ ശ്രദ്ധിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും കേരളം ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കായിക സംസ്കാരം വാർത്തെടുക്കുന്ന ഒരു കായിക കരുത്ത് തെളിയിക്കാൻ കേരളത്തിനാകുമെന്നതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഈ കായിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ചിട്ടയ പരിശീലനം ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ കുട്ടികളുടെയൊക്കെ ഒരു പരിശീലനം? ഞങ്ങളുടെ ഒരു കോച്ചോ 2 കോച്ചസോ അല്ല ഉള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടീമിന്റെ വിജയമാണിത്. മാനേജ്മെന്റ് ഇതിൽ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്യാമ്പസിന്റെ ചെയർമാൻ കുഞ്ഞാവു ഹാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഈ ക്യാമ്പസിന് നേതൃത്വം നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ സിംഗിൾ മാനേജ്മെന്റ് അല്ല, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ദീർഘവീക്ഷണത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരുടെ ഒരു വലിയ ടീമാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട നദീഷ് ചാക്കോ വന്നതിന് ശേഷമാണ് ഐഡിയൽ ക്യാമ്പസിൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതേപോലെ മിസ്റ്റർ ടോമി ചെറിയാൻ കൂടെ ഇതിൽ ചേർന്നതോടുകൂടെ കൂടുതൽ കരുത്തോടുകൂടെ ഒരു എനർജറ്റിക്കോടുകൂടെ ക്യാമ്പസിന് മുന്നേറാനായിട്ട് സാധിച്ചു. അതേപോലെ ക്യാമ്പസിന്റെ സ്പോർട്സ് മാനേജറായിട്ട് മിസ്റ്റർ ഷാഫി അമ്മായത്ത് കൂടി ചേർന്നു. ഹാരിസ് റഹ്മാനും മിസ്റ്റർ അഖിൽ തുടങ്ങിയ ഒരു കൂട്ടം കായിക അധ്യാപകരുടെ കൂട്ടായ ശ്രമത്തിന്റെ ആകെ ഫലമാണ് ഐഡിയൽ ക്യാമ്പസിന്റെ ഈ മിന്നും വിജയം എന്ന് പറയുന്നത്. അടുത്ത തവണ കണ്ണൂരിലാണ്. അപ്പോ കണ്ണൂരിൽ നമ്മൾ തന്നെ ആയിരിക്കോ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പൊ അടുത്ത തവണയും കണ്ണൂരിൽ കാണാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അടുത്ത തവണത്തെയും ആ ചാമ്പ്യൻഷിപ്പ് ഉറപ്പിച്ചു തന്നെയാണ് ഐഡിയൽ കടകശ്ശേരി കുട്ടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. ക്യാമറാമാൻ സുനിൽകുമാറിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.